പിന്നെ അവിടുന്ന് ഒരു കൊല്ലം 1.5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കോഴിക്കോട് സ്ഥിരമായത്. മൂപ്പൻ്റെ വീട്ടിൽ അത് സംഭവം ഉണ്ടായില്ലല്ലോ. സ്ഥിരമാകുന്നതിനും ഒരു സംഭവം ഉണ്ടായതറിയില്ല. അറിയില്ല. ബഹുമാനപ്പെട്ടവരെ പറ്റി മുജാഹിദ് ജമാഅത്തിൻ്റെ ഒക്കെ ആളുകൾ പിന്നെ കള്ളക്കടത്തിൻ്റെ ആളാന്ന് പ്രചരിപ്പിച്ചിനി. അവർ കാറിൽ ഇങ്ങനെ പോകുമ്പോൾ എപ്പോൾ നോക്കിയാലും കാറിൽ ഫോറിൻ സാധനങ്ങളുണ്ടാവും. ആരെ കൊണ്ട് കൊടുത്ത് അവിടെ ഇടണമാണ്. അങ്ങനെ അരീക്കാട് എന്ന സ്ഥലം പറയും, നല്ലോണം അടുത്ത് അരീക്കാട് എന്ന സ്ഥലമാണ്. അതിനിവിടുന്ന് തെക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുമ്പം ഇതറിയപ്പെട്ട സംഭവമാണ്. അരീക്കാട് എത്തി പോലീസുകാർ തടഞ്ഞു. പരിശോധിക്കാൻ വേണ്ടി തടഞ്ഞപ്പം അവർ നിർത്തണ്ടെന്ന് പറഞ്ഞു. ഡ്രൈവറെ കൊണ്ട് പിടിച്ചു. 2-3 കിലോമീറ്റർ അപ്പുറം പോയിട്ട് കല്ലായി എന്ന സ്ഥലത്ത് വരെ എന്ത് ചെയ്യുന്നതിന് ഒന്നായിട്ട് വണ്ടി വില കിട്ടും. തടഞ്ഞു. അത് നിർത്തി. അതിൽ SI ഇറങ്ങിയിട്ട് അവരെ മുടി ലേശനല്ലോ, മുടി പിടിച്ചു. കയ്യിൽ വടി കൊണ്ട് SI അടിച്ചു. അത് അടി സാധാരണ അടിയല്ല. അടിയിൽ SI ആകെപ്പാടെ എന്തൊക്കെ ആയി, വലിയ വിഷയമായി. എല്ലാവർക്കും ഫോൺ ചെയ്ത് നമ്മുടെ നേതാക്കന്മാർ വന്നു, എല്ലാവരും വന്നു. ബഹുമാനത്തോടുകൂടി പോലീസ് സ്റ്റേഷൻ അരിക്കാട്ടിലാണ്. അരിക്കാട്ട് കൊണ്ടുവന്നു കശാരക്കെട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി. അപ്പോൾ നമ്മളെ പല അറിയപ്പെട്ട പല ലീഗിൻ്റെ എല്ലാത്തിൽ പല നേതാക്കന്മാരുണ്ട്, പലരും ഉണ്ട്. പലരും ഫോൺ ചെയ്തു പോലീസ് സ്റ്റേഷനിലേക്ക്, ഇത് നമ്മളെ ബഹുമാനപ്പെട്ട ആളെ തൊട്ടുപോകാൻ പാടില്ല എന്ന്. എല്ലാവർക്കും പേടിയായി. അപ്പം അവിടെ ആ പോലീസിനെ ഇരിക്കുന്ന സമയത്ത് വാതിലിൻ്റെ നേരെ ഒരു കാഫർ പോലീസ് ഉണ്ട്. അവർ പറഞ്ഞു കാഫർ അവിടെ നിന്ന് മാറി നിൽക്കുന്നു. എന്നാ പറഞ്ഞത് പോലീസ് സ്റ്റേഷനോട് കാഫർ മാറി നിൽക്കുമെന്ന് പറഞ്ഞു. മാറി നിന്നു. വാതിലിൻ്റെ നേരെ ഒരു കാഫർ പോലീസ് ഉണ്ട്. അവർ പറഞ്ഞു കാഫർ അവിടെ നിന്ന് മാറി നിൽക്കുന്നു. എന്നാ പറഞ്ഞത് പോലീസ് സ്റ്റേഷനോട് കാഫർ മാറി നിൽക്കുമെന്ന് പറഞ്ഞു. മാറി നിന്നു. നേതാക്കന്മാരൊക്കെ വന്ന് ആനയിച്ച് കൊണ്ടുപോയി ചെയ്ത്. പിന്നെ മൂപ്പര് പോയിട്ടില്ല, ബഹുമാനപ്പെട്ടവർ. പിന്നെ വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ കോഴിക്കോട് തന്നെ. ആ വീടല്ലേ കോഴിക്കോട്. കോഴിക്കോട് ശേഷൻ്റെ വീടിൻ്റെ അടുത്ത് മൂപ്പൻ എന്ന് പറഞ്ഞ ആളാണ്. ഇടിയങ്കര. അവിടെയാണ് പിന്നെ വഫാത്ത് വരെ ഉണ്ടായത്. അൽഹംദുലില്ലാ. ഇന്ന് ഞങ്ങളുള്ളത് ഒളവണ്ണ ഉസ്താദിനെ കാണാനാണ്. അബൂബക്കർ ദാരിമി ഉസ്താദ് എന്നാണ് ഉസ്താദിൻ്റെ പേര്. എല്ലാവരും അറിയപ്പെടുന്നത് ഒളവണ്ണ ഉസ്താദ് എന്നാണ്. EK സംസ്ഥയുടെ മുഷാവറാംഗമാണ് ഉസ്താദ്. അൽഹംദുലില്ലാ. ഉസ്താദ് CM വലിയുള്ളാഹിയെ ഹയാത്ത് കാലത്ത് കാണാനും ബന്ധപ്പെടാനൊക്കെ ഒരുപാട് ഭാഗ്യം കിട്ടിയ ആളാണ്. മഹാന്മാരുമായിട്ടും മശായിഖന്മാരുമായിട്ടും ബന്ധപ്പെട്ടൊരു ജീവിതമാണ് ഉസ്താദിൻ്റെത്. ഇപ്പോൾ അൽഹംദുലില്ലാ കുറ്റിക്കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉസ്താദ് താമസിക്കുന്നത്. അവിടെയാണ് ഞങ്ങൾ ഉസ്താദിനെ കാണാൻ വന്നത്. യമാനിയ കോളേജിൽ ഉസ്താദ് അവിടുത്തെ മുദരിസായിട്ടും ദീർഘകാലം ദറസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉസ്താദിൻ്റെ ജീവിതമാണ്